ചെയർ മടക്കേണ്ടതില്ല. ബഹുമാനപ്പെട്ട സയ്യിദ് ശിഹാബുദ്ദീൻ അൽ ബുഖാരി തങ്ങൾ അവർ നമുക്ക് ദുആ ചെയ്തു തരാൻ വേണ്ടി വരും. അതുകൊണ്ട് അത്യാവശ്യം നിൽക്കേണ്ട സ്ഥലത്തിന് മാത്രം അറേഞ്ച് ചെയ്താൽ മതിയാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ മജ്ലിസും അവനെ പൊരുത്തപ്പെട്ട മജ്ലിസാക്കി തരട്ടെ. കൂട്ടുകാരെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇഷ്ടം വേണം. അത് കേവലം വാക്കിൽ പോരാ, വലയിൽ പോരാ, വാട്സപ്പിൽ പോരാ, ഫേസ്ബുക്കിൽ പോരാ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉള്ളുകൊണ്ടൊന്ന് സ്നേഹിക്കണം. ഹബീബായ തങ്ങളുടെ പേരിൽ നന്നായി സ്വലാത്ത് ചൊല്ലണം. ഈ ലോകത്ത് വെച്ച് ഒരുപാട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ അവിടത്തോട് വലിയ സ്നേഹം വെക്കണം. മുത്തുനബി തങ്ങളുടെ പേരിൽ ഒരുപാട് സ്വലാത്ത് ചൊല്ലണം. ഒരുപാട് തവണ ആ മദീനയിലും എത്തണം. ഹബീബായ തങ്ങളുടെ പവിത്രമായ തിരുമുഖത്തിനു നേരെ മദീനത്ത് മുവാജഹത്തു ശരീഫയിൽ ചെന്ന് സലാം പറയുമ്പോൾ സലാം മടക്കുന്നതൊന്ന് കേൾക്കണം. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഹബീബായ തങ്ങളുടെ തിരുസഹവറത്തിൽ ചെന്ന് സലാം പറയുമ്പോൾ അവിടുന്ന് സലാം മടക്കുന്നതൊന്ന് കേൾക്കാൻ അവസരം നൽകിയിട്ട് പിന്നെ ഞങ്ങൾക്ക് ജീവിതം ഇല്ലെങ്കിലും പരാതിയില്ല. ഹബീബായ തങ്ങളിലേക്കൊരിഷ്ടം ഞങ്ങളുടെ കൽവിൽ നിറച്ച് കിനാവിൽ കണ്ട് പരിചയപ്പെടാൻ നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ അവിടുത്തെ ചാരത്തോടി ചേരാൻ അല്ലാഹ് ഞങ്ങളുടെ കൽവ് ഹബീബിലേക്ക് ലയിപ്പിച്ചു തരണം. അല്ലാഹ്, അല്ലയോ സഹോദരന്മാരെ, നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തുലെല്ലാം ഒരു ന്യായവും എന്റെ കയ്യിൽ ഇല്ല. ഞാൻ വലിയ ഒരു സുന്നത്തുകൾ പാലിക്കുന്ന ആളല്ല. ഹബീബായ തങ്ങൾ പറഞ്ഞ എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ വിട്ടുപോയി. അവിടുന്ന് പഠിപ്പിച്ചതിന് തെറ്റായി ചെയ്തു പോയി. അതേ സമയത്ത് സുദ്ദീഖുൽ എത്ര വലിയ ന്യായമുണ്ട് ഹബീബായ തങ്ങളുടെ അടുക്കൽ ചെന്ന് നിൽക്കാൻ. സാഹിബു ഫിൽ ഗാർ, ഗുഹയിൽ ഒരുമിച്ചിരുന്ന നേതാവല്ലേ. റദീഫു ഫിൽ അസ്ഫാർ, യാത്രകളിലെ കൂട്ടുകാരനല്ലേ. അല്ല സുദ്ദീഖേ, നിങ്ങൾ ഞാൻ ചോദിച്ച വഴിയിലേക്ക് നിങ്ങളുടെ സമ്പാദ്യത്തിൽ നിന്ന് സംഭാവന ചെയ്തപ്പോൾ വീട്ടുകാർക്ക് വേണ്ടി എന്താണ് കരുതിയിട്ടുള്ളത്? അപ്പോൾ സുദ്ദീഖുൽ പറഞ്ഞു, ഒന്നും കരുതിയിട്ടില്ല. അള്ളയും റസൂലുമല്ലാതെ 100% സ്വത്തും മുത്തുനബി തങ്ങളുടെ ഇഷ്ടത്തിന് കൊടുത്ത മഹാനല്ലേ. എത്ര വലിയ ഭാഗ്യമുള്ള നേതാവാണ്. തങ്ങൾക്ക് എന്തെല്ലാം ന്യായങ്ങളാണ്. ഒരു ദിവസം അതാ ഒരടിമക്കുട്ടി വന്നിട്ട് നബിതങ്ങളോട് പറഞ്ഞു, തങ്ങൾ ജയിച്ചു വന്നാൽ ദഫ് മുട്ടാമെന്ന് ഞാൻ നേർച്ചയാക്കിയിട്ടുണ്ട്. ഞാനൊന്ന് ദഫ് മുട്ടിക്കോട്ടെ തങ്ങളെ. തങ്ങൾ വലിയ നേതാവാണ്, പക്ഷേ വലിയ വാത്സല്യമുള്ള നേതാവാണ്. കുട്ടികളോട് വലിയ വാത്സല്യമാണ്, വലിയ വഖഫത്തുള്ള നേതാവാണ്. അവിടുന്ന് പറഞ്ഞു, മോളെ നീ ദഫ് മുട്ടിക്കോളൂ. ദഫ് മുട്ടുന്നു. കൊല്ലങ്ങൾ കടന്നു വരുമ്പോഴും ആ കുട്ടി ദഫ് മുട്ടിക്കൊണ്ടിരിക്കുന്നു. തങ്ങൾ വരുമ്പോഴും ആ കുട്ടി ദഫ് മുട്ട് തുടരുകയാണ്. ഫാറൂഖ് തങ്ങൾ വന്നപ്പോഴേക്ക്
ആ ദഫ് കമഴ്ത്തിയിട്ടിട്ട് അതിന്റെ മേലെ കയറിയിരുന്ന് കളഞ്ഞു. ഹബീബായ തങ്ങൾ പെട്ടെന്ന് ചിരിച്ചു. ഉമറുൽ ഫാറൂഖ് തങ്ങൾ വരുമ്പോൾ തങ്ങൾ വിടർന്ന് ചിരിക്കുകയാണ്. തങ്ങൾക്കൊരു ചിരി സമ്മാനിക്കാൻ കഴിഞ്ഞല്ലോ, അത് തന്നെ വലിയ ഭാഗ്യം. ഉടനെ പറയുകയാണ്, ഇദാ സലക ഉമറു ഫീ ഫജ്ജിൻ സലക ശൈത്താനു ഫീ ഫജ്ജിൻ ആഖറാ. പിശാചൊരു വഴിയിൽ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ ഒരു വഴിയിൽ കടന്നാൽ ആ വഴിക്ക് പിശാച് വരൂല. അത്ര വലിയ നേതാവാണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. വഫാത്താകാൻ കിടക്കുമ്പോൾ സ്വഹാബത്ത് വന്ന് പറഞ്ഞില്ലേ, മുത്തുനബി തങ്ങൾ വഫാത്തായി. ഫഹുവ അൻകറാ, അവിടുന്ന് തങ്ങളെ തൊട്ട് പൊരുത്തപ്പെട്ട നിലയ്ക്കല്ലേ തങ്ങൾ വഫാത്തായത്. ഉടനെ ഉമറുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞില്ലേ, അത് അല്ലാഹുവിന്റെ ഔദാര്യമാണെന്ന്. ഉമറുൽ ഖത്താബ് തങ്ങൾക്ക് എന്തെല്ലാം ന്യായമാണ് തങ്ങളുടെ അടുക്കൽ ചെന്ന് നിൽക്കാനുള്ളത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളോ മുത്തുനബി തങ്ങളുടെ രണ്ട് പെൺമക്കളുടെ ഭർത്താവല്ലേ. മദീനത്ത് വരുമ്പോൾ ഈ കിണറാരാണ് വാങ്ങിയിട്ട് നൽകുക എന്ന് ചോദിച്ചപ്പോൾ സ്വഹാബത്തിന് വേണ്ടി കിണർ വാങ്ങിക്കൊടുത്ത ആളല്ലേ. പരലോകത്ത് ചെല്ലുമ്പോൾ മുത്തുനബി തങ്ങൾ പാനീയം നൽകാമെന്ന് അന്നേ പറഞ്ഞില്ലേ. ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ വീട്ടു തടങ്കലിൽ കഴിയുമ്പോൾ വഫാത്തായി പോയ നബിതങ്ങൾ ആത്മീയമായ രീതിയിൽ വെള്ളം നൽകിയില്ലേ. ഇബ്നു കസീർ ഹിസാർ ഉസ്മാൻ എന്ന അധ്യായത്തിൽ അൽബിദായി ഉദ്ധരിച്ചില്ലേ. അങ്ങനെയുള്ള ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾക്ക് എത്ര വലിയ ന്യായമുണ്ട്. അലി റളിയല്ലാഹു അൻഹു അന മദീനത്തുൽ ഇൽമി വഅലിയുൻ ബാബുഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിവെന്ന പട്ടണത്തിന്റെ കവാടമല്ലേ. എത്ര വലിയ ഭാഗ്യമുള്ള നേതാവാണ് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു. യാ മുആദ്, ഓ മുആദ്, നിങ്ങളോട് എനിക്ക് ഇഷ്ടമാണെന്ന് നബി തങ്ങൾ പറഞ്ഞില്ലേ. പോരെ മുആദ് റളിയല്ലാഹു അൻഹുവിനെ പാതിരാത്രി മദീനത്തെ പള്ളിയിലേക്ക് വരുമ്പോ തങ്ങൾ ചോദിച്ചില്ലേ, ഐനൽ ഉലമാ ദൗസി, ആ ദൗസുകാരൻ കുട്ടി എവിടെയെന്ന് ചോദിച്ചില്ലേ. അത് അബൂ ഹുറൈറ തങ്ങളല്ലേ. തങ്ങൾക്കും വലിയ ഭാഗ്യമുള്ള നേതാവാണ്. ഹബീബായ തങ്ങളുടെ ചാരത്ത് നിന്ന് നിൽക്കാൻ എത്ര ന്യായമാണ്. മുത്തുനബി തങ്ങളുടെ അടുക്കള മുതൽ അന്താരാഷ്ട്ര കത്തടപാട് വരെ എല്ലാം അറിഞ്ഞ നേതാവല്ലേ അനസ് ബിൻ മാലിക് തങ്ങൾ. നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ ഞാൻ ഹബീബായ തങ്ങളുടെ അടുക്കൽ ഓടി ചെന്നിട്ട് അവിടുത്തെ കൊച്ചു സേവകനായ കുഞ്ഞനസാണ് നബിയേ എന്ന് ഞാൻ പറയുമെന്ന് അനസ് ബിൻ മാലിക് തങ്ങൾ പറഞ്ഞില്ലേ. എത്ര വലിയ ഭാഗ്യമുള്ള നേതാവാണ് സെയ്ദ് ബിൻ ഹാരിസ. എത്ര വലിയ ഭാഗ്യമുള്ള നേതാവാണ്. മുഹദ്ദിസീങ്ങൾ അവർക്ക് എന്തെല്ലാം ന്യായമാണ്. ഹബീബായ തങ്ങളുടെ ചാരത്തു നിന്ന് നിൽക്കാൻ സാധുക്കളായ നമുക്ക് ഇങ്ങനെ എണ്ണിയാൽ മഹാന്മാരായ ഇമാമുകൾ, മഹാന്മാരായ രചയിതാക്കൾ, അവർക്കെല്ലാം മുത്തുനബി തങ്ങളുടെ ചാരത്തു ചെന്ന് നിൽക്കാൻ ന്യായങ്ങളുണ്ട്, ചോദിക്കാൻ അവകാശങ്ങളുണ്ട്. പക്ഷേ സാധുക്കളായ നമ്മുടെ കയ്യിലൊന്നുമില്ല. അതുകൊണ്ട് സ്വലാത്ത് ചൊല്ലണം. അല്ലാഹുവേ, നിങ്ങൾക്ക് ഹബീബായ തങ്ങളെ ഒരുപാട് തവണ കിനാവിൽ കണ്ട് ഒരുപാട് സ്വലാത്ത് ചൊല്ലി അവസാനം മരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ മരണം ഖബറിലേക്ക് കിടക്കാനുള്ളതല്ല, ഹബീബിലേക്ക് വിസ്വാലിനുള്ളതായി ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്. ഞങ്ങളുടെ മുത്തുനബി തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത പലതും കണ്ടുപോയി, നീ പുറത്തു തരണം അല്ലാഹ്. അവിടുന്ന് പറഞ്ഞ
പല കാര്യങ്ങളും ഞങ്ങൾ മറന്ന് ചെയ്തു പോയി. വിട്ടുവീഴ്ച ചെയ്യണം അല്ലാഹ്. ഇനി അങ്ങോട്ടുള്ള ഞങ്ങളുടെ ജീവിതം ഖാലിഖായ റബ്ബേ, ഔദാര്യവാനായ റബ്ബേ, ഞങ്ങൾക്ക് നീ നൽകിയ ഏറ്റവും വലിയ ഭാഗ്യമാകുന്ന അന്നിഅമത്തുൽ കുബ്റാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം വെച്ച് കനവിലും നിലവിലും അനുഭവിച്ച് അതാ മരണപ്പെടുന്ന സമയത്ത് ചിരിക്കുന്ന മുഖം കണ്ട് നിന്റെ ലിഖാഇന് പറ്റുന്നൊരു മരണം ഓസാരം ചെയ്യണം അല്ലാഹ്. ഞങ്ങളുടെ കൽബ് മദീനത്തേക്ക് ചേർത്തിട്ട് ഇപ്പോൾ മരിച്ചാൽ നിനക്ക് ഹബീബിന്റെ വിസ്വാൽ തരാം എന്നാണ് നിന്റെ ഔദാര്യമെങ്കിൽ ഞങ്ങൾക്ക് തടസ്സം പറയാനില്ല. അല്ലാഹുവേ, ഞങ്ങളുടെ കൽബ് ആശിഖീങ്ങളായ മാദിഹീങ്ങളായ മുൻഗാമികളുടെ കൽബുകളോട് ചേർത്ത് നൽകണം അല്ലാഹ്. ഞങ്ങളുടെ കൽബ് ഈ മജ്‌ലിസിൽ വെച്ച് ശുദ്ധീകരിച്ച് ത്വാഹിറായ ഒരു കൽബ് തന്നിട്ട് ഹബീബായ തങ്ങളുടെ നോട്ടത്തിന് പാകപ്പെടുത്തി തരണം അല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ യാ റബ്ബി സ്വല്ലി